ഗാസയിൽ കടുത്ത മനുഷ്യാവകാശ ലംഘനവുമായി മുന്നോട്ട് പോവുകയാണ് ഇസ്രായേൽ. ലോകം മുഴുവൻ ഇസ്രായേലിൻ്റെ ക്രൂരതയെ അപലപിക്കുന്നു. എന്നാൽ തെല്ലും കൂസലില്ലാതെ നെതന്യാഹു ക്രൂരത തുടരുന്നു. അതിനിടെ നിർണായക ഇടപെടൽ നടത്തിയിരിക്കുകയാണ് ഇസ്രായേൽ സുപ്രീം കോടതി. ഞായറാഴ്ചയാണ് സുപ്രീം കോടതിയിൽ നിന്ന് സുപ്രധാന വിധിയുണ്ടായത്. ഇസ്രായേൽ തടവറയിൽ കഴിയുന്ന പലസ്തീൻ തടവുകാർക്ക് അതിജീവനത്തിന് ആവശ്യമായ ഭക്ഷണം നെതന്യാഹു ഭരണകൂടം നൽകുന്നില്ലെന്നായിരുന്നു കോടതിയുടെ കണ്ടെത്തൽ. ഒപ്പം ജയിലുകളിലെ ഭക്ഷണത്തിൻ്റെ അളവും ഗുണനിലവാരവും മെച്ചപ്പെടുത്താൻ അധികാരികളോട് ഉത്തരവിടുകയും ചെയ്തു. ജീവൻ നിലനിർത്താൻ ഏറ്റവും അത്യന്താപേക്ഷിതമായ തരത്തിൽ 3 നേരത്തെ ഭക്ഷണമെങ്കിലും തടവുകാർക്ക് നൽകാൻ ഭരണകൂടത്തിന് നിയമപരമായി ബാധ്യതയുണ്ട്. സുഖകരമായ ജീവിതമോ ആഡംബരമോ അല്ല, നിയമം ആവശ്യപ്പെടുന്ന അതിജീവനത്തിൻ്റെ അടിസ്ഥാന സാഹചര്യങ്ങൾ സംബന്ധിച്ചാണ് വിധി, കോടതി ചൂണ്ടിക്കാട്ടി. അസോസിയേഷൻ ഫോർ സിവിൽ റൈറ്റ്സ് ഇൻ ഇസ്രായേൽ, ഇസ്രായേലി അവകാശ സംഘടനയായ ഗിഷ എന്നിവർ സമർപ്പിച്ച ഹർജിയിലായിരുന്നു 3 അംഗ ബെഞ്ചിൻ്റെ നിർണായക വിധി. ഗാസയിൽ നിന്നും വെസ്റ്റ് ബാങ്കിൽ നിന്നും ആയിരക്കണക്കിന് പലസ്തീനികളെയാണ് ഇസ്രായേൽ സൈന്യം അനധികൃതമായി കസ്റ്റഡിയിലെടുത്തിട്ടുള്ളത്. കുറ്റമൊന്നും ചുമത്താതെയാണ് ഇവരെ ജയിലിൽ പാർപ്പിച്ചിരിക്കുന്നതും. ജയിലുകളിലെ മോശം സാഹചര്യവും ഭക്ഷണ ദൗർലഭ്യവും കാരണം ഏകദേശം 61 പലസ്തീനികൾ ഇതുവരെ കൊല്ലപ്പെട്ടുവെന്നാണ് മനുഷ്യാവകാശ സംഘടനകൾ പറയുന്നത്. അതിനിടെയാണ് സുപ്രീം കോടതിയുടെ ഇടപെടൽ ഉണ്ടായിരിക്കുന്നത്. സുപ്രീം കോടതി വിധിക്കെതിരെ കടുത്ത വിമർശനവുമായി തീവ്ര വലതുപക്ഷ മന്ത്രിമാർ രംഗത്ത് വന്നിട്ടുണ്ട്. ദേശീയ സുരക്ഷാ മന്ത്രി ഇറ്റാമർ ബെൻഗ്വിർ അതിരൂക്ഷമായ പ്രതികരണമാണ് നടത്തിയത്. ജയിൽ നടത്തിപ്പിൻ്റെ ചുമതല കൂടിയുള്ള ബെൻഗ്വിർ കോടതി ഹമാസിൻ്റെ പക്ഷം ചേരുന്നു എന്നാണ് പ്രതികരിച്ചത്. അതിനിടെ ഗാസയിലെ ഏറ്റവും വലിയ നഗരമായ ഗാസ സിറ്റിയിലുള്ളവരോട് തെക്കൻ മേഖലയിലേക്ക് ഒഴിഞ്ഞു പോകാൻ ഇസ്രായേൽ സൈന്യം ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഗാസ സിറ്റി പിടിച്ചെടുക്കാൻ ഇസ്രായേൽ സൈന്യം കൂടുതൽ ആക്രമണങ്ങൾക്ക് തയ്യാറെടുക്കുന്നതിൻ്റെ ഭാഗമായാണ് മുന്നറിയിപ്പ്. വടക്കൻ ഭാഗത്തുള്ളവർ തെക്കൻ മേഖലയായ ഖാൻ യൂനിസിലേക്ക് മാറണമെന്നാണ് നിർദ്ദേശം. ഗാസ സിറ്റിയിൽ ഇപ്പോഴും ഹമാസ് ശക്തമാണെന്നാണ് ഇസ്രായേൽ ആരോപിക്കുന്നത്. ഗാസ സിറ്റി പിടിച്ചെടുക്കാനുള്ള നീക്കത്തിന് കാരണമായി ഇസ്രായേൽ ചൂണ്ടിക്കാട്ടുന്ന ഇതാണ്. ഹമാസിൻ്റെ സാന്നിധ്യം ആരോപിച്ച് ഗസയിലെ ഏറ്റവും ഉയരം കൂടിയ കെട്ടിടം ഇസ്രായേൽ അടിച്ചു തകർത്തിരുന്നു. ഹമാസ് ഈ കെട്ടിടം രഹസ്യാന്വേഷണത്തിനായി ഉപയോഗിക്കുന്നുവെന്നും സ്ഫോടക വസ്തുക്കൾ സമീപത്ത് സ്ഥാപിച്ചിരുന്നുവെന്നും ഇസ്രായേൽ സൈന്യം പറഞ്ഞു. എന്നാൽ ഇസ്രായേലിൻ്റെ ആരോപണം ഹമാസ് തള്ളിക്കളഞ്ഞു. ഗാസ സിറ്റി പിടിക്കാൻ ഇസ്രായേൽ സൈനിക നീക്കം ശക്തമാക്കിയതോടെ ആയിരക്കണക്കിന് പലസ്തീൻ കുടുംബങ്ങൾ നഗരം വിട്ടു. ഗാസ സിറ്റിയിലെ റോഡുകളും കെട്ടിടങ്ങളും ഇടിച്ചു നിരത്തി ഇസ്രായേൽ ടാങ്കുകൾ കൂടുതൽ മേഖലയിലേക്ക് ആക്രമണം വ്യാപിപ്പിച്ചു. സിറ്റിയുടെ കിഴക്ക് സെയ്തൂൺ, സബ്ര, ഷെജയ്യ എന്നിവിടങ്ങളിൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇസ്രായേൽ സൈന്യം കനത്ത ബോംബിങ്ങാണ് നടത്തിയത്. നിലവിൽ ഗാസയുടെ 80% പ്രദേശവും ഇസ്രായേൽ സൈന്യത്തിൻ്റെ നിയന്ത്രണത്തിലാണ്.